ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിലിരിക്കും. അങ്ങനെ നിങ്ങൾ യേശുവിനെ ഉയർത്തുമ്പോൾ, യേശുവിന്റെ ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾ ഘോഷിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിനകത്ത് യേശു എഴുന്നേൽക്കുകയാണ്. യേശുവിന്റെ വചനങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് അങ്ങ് മുഴങ്ങുകയാണ്. രോഗത്തെക്കുറിച്ച് പറഞ്ഞാൽ ആ നിങ്ങളുടെ ഭവനം മുഴുവൻ രോഗത്തിന്റെ വചനങ്ങളായി കിടക്കുന്നത്. കടഭാരത്തെക്കുറിച്ചാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ കടഭാരത്തിന്റെ വാക്കുകളാണ് നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷത്തിൽ മുഴുവൻ നിൽക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതും സംസാരിക്കുകയും ചെയ്തത്. ഞാൻ നിങ്ങളുടെ ഭവനത്തിനകത്ത് അതിന്റെ വാക്കുകൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. പരാജയത്തെ കുറിച്ചാണ് നിങ്ങൾ ഷെയർ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തത്. ആ പരാജയത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ അന്തരീക്ഷത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കഴിഞ്ഞാൽ യേശുവിന്റെ സൽഗുണങ്ങളെ കുറിച്ച് ഘോഷിക്കുക. ഇന്നലകളിൽ യേശു ചെയ്ത കാര്യത്തെക്കുറിച്ച് ഘോഷിക്കുക. ഇന്നലെ കർത്താവ് ചെയ്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഘോഷിക്കുമ്പോൾ നാളെ ഘോഷിക്കാനുള്ള കാര്യങ്ങൾ യേശു നിങ്ങൾക്ക് ചെയ്തു തരും.